ഹായ് ഗായ്സ്, ഇപ്പോൾ കടൽത്തോണ്ട പുതിയതിലേക്ക് എല്ലാവർക്കും സാധാരണ നമ്മൾ ചെറിയൊരു പൊതുവിതരണം തേടാൻ വേണ്ടി പോവുകയാണ്. മുഖ്യമന്ത്രി എന്ന നിലയിൽ ആരാണ് മികച്ചത്, ഉമ്മൻചാണ്ടിയാണോ അതോ പിണറായി വിജയനാണോ എന്നുള്ളതാണ് നമ്മളിന്ന് ചോദിക്കാൻ പോകുന്നത്. ആൾക്കാരുടെ അഭിപ്രായം നമുക്ക് എന്തായാലും ഈ വീഡിയോയുടെ കണ്ടറിയുന്നതാണ്. വാ, വീട്ടിലേക്ക് പോവാം. ഉമ്മൻചാണ്ടി എന്തുകൊണ്ടാണ്? നല്ലൊരു ഭരണം കാഴ്ചവെച്ചു. പിന്നെ നല്ല മനുഷ്യനാ. പാവത്തങ്ങൾക്കെല്ലാം കൊടുത്തു. ഇപ്പോഴത്തെ ഭരണം എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഇപ്പൊ ഒന്നും കിട്ടുന്നില്ലെന്നാണോ പറയുന്നത്? ആ സാധനപ്പെട്ടവനൊന്നും കിട്ടുന്നില്ല. അങ്ങനെ തന്നെ. രണ്ടും കള്ളന്മാരാ ഇത്. പിന്നെ പറയാനാണെങ്കിൽ ഇപ്പം ഇവിടെ എന്താ വെച്ചാൽ ഇവിടെ ഇപ്പം അവസരവാദ ഭരണവും ഈ പറയുന്ന എന്താ പറയുക, ഈ ബോധിപ്പിക്കൽ രാഷ്ട്രീയമൊക്കെയാണ് നടക്കുന്നത്. കാര്യം ഒരു ടീം ഇപ്പം ഒരു കൊലപാതകം നടത്തിയാൽ അടുത്ത ടീം അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് അവർ നേരത്തെ ചെയ്ത കാര്യങ്ങളാണ് പറയുന്നത്. ഭരണത്തെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ലൈഫ് ഗാർഡാണ്. എനിക്ക് 10 വർഷമായി എനിക്ക് എന്താ പറയുക ശമ്പളം തന്നെ വർദ്ധിപ്പിച്ചിട്ട്. അപ്പോൾ ഭരണത്തിന് വെച്ചാൽ ഇപ്പോൾ ഈ റോഡും പാലവും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞ 5 വർഷക്കാലമായി നോക്കുകയാണെങ്കിൽ പല സ്ഥലത്തും വികസനങ്ങൾ വരുന്നുണ്ട്. പക്ഷെ അതുപോലെ തന്നെ ഈ പറയുന്ന ജോലി ചെയ്യുന്ന ഈ ഉദ്യോഗസ്ഥരുടെയും ശമ്പള വർധന ഉണ്ടായിട്ടില്ല. നമുക്ക് തന്നെ അറിയാം, ശമ്പള വർധന ഉണ്ടായിട്ട് തന്നെ കുറേ കാലങ്ങളായി. അപ്പം ഭരണമായിട്ട് നോക്കുക മികച്ചത് നോക്കിക്കഴിഞ്ഞാൽ പിണറായി വിജയൻ തന്നെയാണ്. ഇപ്പം പിണറായി വിജയൻ വികസനത്തിന്റെ ഇതുകൊണ്ടാണ് പറഞ്ഞത്. പിണറായി വിജയൻ എന്തുകൊണ്ടാണ്? ഇപ്പോഴത്തെ നമ്മൾ നോക്കി അറിയാമല്ലോ, വികസനങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ടല്ലോ. നമുക്ക് നോക്കി അറിയാമല്ലോ, റോഡ് ഇറങ്ങിയാൽ മതിയല്ലോ. നമ്മൾ ഈ മുമ്പിലുള്ള റോഡിൽ കൂടെ പോയാലേ തന്നെ അറിയാൻ പറ്റുമല്ലോ. വേറെ എങ്ങും ദൂരെ പോകേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ സ്കൂളുകൾ പോയി നോക്ക്, എല്ലാ വിധത്തിലും വികസനം തന്നെ ഉണ്ട്. ഇങ്ങനെയുള്ള സമയത്ത് കേട്ടിട്ടുണ്ട്, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, ചെയ്തില്ലല്ലോ. ചെയ്തിട്ട് പറഞ്ഞപ്പോൾ നമ്മുടെ ഇപ്പോൾ ഹൈവേ പോലും ഇപ്പോൾ പണിയുന്നുണ്ടല്ലോ, അടുത്ത കൊല്ലം തീരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതിന് മുമ്പും ഇത് നടന്നിട്ട് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? നടന്നിട്ടുണ്ടോ? പറഞ്ഞിട്ടല്ലേ ഉള്ളൂ. ആരും ഇതുവരെയായിട്ട് സ്ഥലം എടുത്തു കൊടുക്കാതെ അത് കേന്ദ്ര പദ്ധതി തന്നെ പോകുമായിരുന്നല്ലോ. അപ്പോൾ ആ രീതി വന്ന സാധനം ഇപ്പോൾ വന്നു. നമുക്കിപ്പോൾ നമ്മുടെ മുമ്പിൽ ഇവിടെ ഉള്ള രീതി പറഞ്ഞാൽ ഒരുപാടുണ്ട്. എല്ലാം നമ്മൾ എത്ര ഓർത്ത് പറയും. ഇവർ രണ്ടുപേരും എനിക്ക് തോന്നിച്ചിട്ടില്ല. അച്യുതാനന്ദനായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് ഞാൻ പറഞ്ഞാണ്. രണ്ടുപേരും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ആരായിട്ട് ഇച്ചിരിയെങ്കിലും മികച്ചതായിട്ട് തോന്നുന്നു? ഉമ്മൻചാണ്ടി സാറാണോ അതോ പിണറായി സാറാണോ? ഉമ്മൻചാണ്ടിയാ. എന്തുകൊണ്ടാണ് ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത്? ഇപ്പോഴത്തെ കാര്യങ്ങൾ, ഇപ്പോഴത്തെ വാർത്തകളൊക്കെ അറിയാവുന്നതല്ലേ എല്ലാവർക്കും, ന്യൂസിന്റെ കൂട്ടം. അതുകൊണ്ട് ഉമ്മൻചാണ്ടി എന്തുകൊണ്ടാണ് ഇത്തരം ജനോപകാരമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത്, ഇപ്പോൾ തന്നെ ജനസമ്പർക്ക പരിപാടിയിൽ കൂടി കോടിക്കണക്കിന് രൂപ രോഗികൾ, അക്ഷമരായ ആൾക്കാർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ ഭരണം വളരെ എന്തല്ലേ. കാരണം നമുക്കറിയാവുന്ന സാധനങ്ങളുടെ വിലക്കയറ്റം, പാവപ്പെട്ടവൻ്റെ ജീവിത സാഹചര്യങ്ങൾ വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് പോകുന്നത്. ആ ഉമ്മൻചാണ്ടി സാറാണ്. പിണറായി വിജയനെ അപേക്ഷിച്ച് ഉമ്മൻചാണ്ടിയുടെ ഭരണമായിരുന്നു നല്ല ഭരണം. പിണറായി വിജയൻ അല്ലല്ലോ, ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടിയാണ്. അയ്യോ അണ്ട എനിക്കറിയത്തില്ലണ്ട ഈ ചോദ്യങ്ങളൊന്നും. അല്ല ആണ് ആണ് ആളോ അല്ല, എനിക്കറിയത്തില്ല. ആ പാർട്ടിക്കകത്ത് ഒന്നിനകത്ത് പ്രവർത്തിക്കും. ആ ചുമ്മാ പറയുന്നല്ല, ചുമ്മാ അതായത് അപ്ലോഡ് ചെയ്യില്ല. വേറെ എന്തെങ്കിലും ചോദ്യം ചോദിക്കില്ലേ? എനിക്ക് അറിയാവുന്ന എന്നെ പറ്റിയുള്ള ചോദ്യങ്ങളല്ലേ, നാടിനെ പറ്റിയോ അങ്ങനെ എന്തെങ്കിലും ചോദിക്കില്ല. പറയാനാ എന്റെ അഭിപ്രായത്തിൽ ഉമ്മൻചാണ്ടി സർ. പിണറായി വിജയൻ. എനിക്കെന്തോ പുള്ളി മരിച്ചു കഴിഞ്ഞപ്പോഴായിരുന്നു പുള്ളി ഒരുപാട് പേർക്ക് സഹായവും കാര്യങ്ങളും ഒക്കെ കൂടുതൽ സോഷ്യൽ മീഡിയയിലും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുവരെ ആ പുള്ളിയുടെ ഒരു വില നമുക്ക് അറിയത്തില്ലായിരുന്നു സത്യം പറഞ്ഞു. മരിച്ചതിന് ശേഷമാണ് പുള്ളിയുടെ വില അറിയുന്നത്. പിണറായി വിജയൻ എന്നുള്ള നിലയിൽ എന്താ പറയാ, ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മുടെ നാടിന് വേണ്ടി ചെയ്യുന്നുണ്ടല്ലോ, ഒരുപാട് കാര്യങ്ങൾ തന്നെ. രണ്ടുപേരും അല്ല. കാരണം ഞാൻ രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ രണ്ടുപേരെ ഞാൻ സജഷൻ ചെയ്യുന്നില്ല. ഇച്ചിരി മികച്ചതാരാണെന്ന് ചോദിക്കുവാണെങ്കിൽ ഉമ്മൻചാണ്ടി സാറാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനസമ്പർക്ക പരിപാടികളോടെ എനിക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ, അതുകൊണ്ടാണ് പറഞ്ഞത്. ഉമ്മൻചാണ്ടി തന്നെ. എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്? ഇപ്പോഴത്തെ നമ്മുടെ ഭരണരീതി വെച്ച് നോക്കുമ്പോൾ അത് തന്നെയാ നല്ലത്. ഇതിൽ എടുത്തു പറയാൻ വേണ്ടിയിട്ട് വല്ലതും ഉണ്ടോ? എടുത്തു പറയാന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ
എല്ലാവരോടും കാണിക്കുന്ന ഒരു സ്വഭാവവും കാര്യങ്ങളൊക്കെ, മറ്റുള്ളവരുടെ പെരുമാറ്റ രീതികൾ, മറ്റുള്ളവരോട് കാണിക്കുന്ന പെരുമാറ്റം ഉണ്ടല്ലോ, അതൊക്കെയാണ് കൂടുതലും ഇത് വെക്കുക. അത് പിന്നെ ഭരണം എല്ലാവരും ഓരോരോ രീതിയിൽ കൊണ്ടുവന്നു. മുഖ്യമന്ത്രി എന്ന നിലയിൽ മികച്ചത് എനിക്കിഷ്ടം ഉമ്മൻചാണ്ടിയായിരുന്നു. ഉമ്മൻചാണ്ടി ജനകീയനായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാം ചെയ്തു. രാഷ്ട്രീയതയില്ല. പുള്ളിയുടെ ജനകീയ പിന്നെ ഈ പറഞ്ഞല്ല മറ്റേ ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ, എല്ലാ ജില്ലകളിലും നടത്തിയ പരിപാടി ഉണ്ടല്ലോ, എന്തോ നവകേരള, അത് ഇവരുടെ അല്ലേ, CPM-ന്റെ അല്ല, അതല്ല മറ്റേ ജനകീയമായ എല്ലാ ജില്ലകളിലും നടത്തിയതാണ്. മികച്ചതായിരുന്നു. പിന്നെ ഞാൻ പറയും ഉമ്മൻചാണ്ടി സാർ പറയണോ? പറയണം. പിണറായി വിജയൻ സാർ പറയുന്നത് പറയാം. രണ്ടുപേരും നല്ല മുഖ്യമന്ത്രിയാണ്. കാര്യം ഉമ്മൻചാണ്ടി സാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്ന് പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ആൾ തന്നെയാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഉമ്മൻചാണ്ടി സാർ പറയുന്നത് പോലെ ആ കാര്യം ഒന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മൻചാണ്ടി സാറിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വോയിസിൽ നമുക്കറിയാം. വളരെ ബുദ്ധിമുട്ടി ഉണ്ടാക്കിയെടുത്തതാണ് കോൺഗ്രസ് എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം. അത് എന്നും ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് മാത്രമേ അഭിപ്രായം. മുഖ്യമന്ത്രി എന്ന നിലയിൽ മികച്ചത് ഇപ്പൊ രണ്ടാം തവണയും മുഖ്യമന്ത്രിയായ പിണറായി വിജയനല്ലേ, അതുകൊണ്ട് മികച്ചത് അദ്ദേഹം തന്നെ ആയിരിക്കും. അതുകൊണ്ടല്ല, പൊതുവെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് കൊണ്ടല്ലേ വീണ്ടും മുഖ്യമന്ത്രി ആയത്, അതുകൊണ്ട് പറഞ്ഞു. സീരിയസ് ആയിട്ട് പറയണോ? സീരിയസ് ആയിട്ട് പറയാൻ എനിക്കറിയത്തില്ല. എനിക്ക് ഇപ്പം ഞാൻ പണിക്ക് പോയാൽ എനിക്ക് പൈസ കിട്ടും, ഞാൻ അതുകൊണ്ട് ജീവിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെന്തോ, അല്ലാതെ മുഖ്യമന്ത്രിനെ എനിക്കൊരു ബന്ധമില്ല, ഞാൻ കണ്ടിട്ടില്ല പുള്ളിയെ, എനിക്ക് പേഴ്സണലായിട്ട് അറിയത്തില്ല. തോന്നിച്ചിട്ടുള്ള എന്താന്ന് വെച്ചാൽ, കുറച്ചാൾ മുമ്പേ എനിക്ക് മോദിജിയാണ് ജോലി തന്നത്. മോദിജിയുടെ ഒരു ഇതുണ്ടായിരുന്നു, അപ്രന്റീസായിട്ട് ജോലി എല്ലാവർക്കും കൊടുക്കണമെന്ന്. അങ്ങനെയാണ് പുള്ളിയാണ് എനിക്ക് ആദ്യമേ ജോലി തന്നത്. പിന്നെ അവിടെ നിന്നാണ് ഞാൻ കയറി വന്നത്. അപ്പം മുഖ്യമന്ത്രിയുടെ കാര്യം എനിക്ക് അറിയത്തില്ല, ഞാനത് നോക്കിയിട്ടില്ല. മുഖ്യമന്ത്രി അറിയത്തില്ല, സോറി. പിണറായി മരിച്ചായിരുന്നെങ്കിൽ പിണറായി നല്ലതെന്നും, ഉമ്മൻചാണ്ടി ഇപ്പം മരിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടി നല്ലൊരു മുഖ്യമന്ത്രി എന്നാണ് പറയുന്നത്. പിണറായി മരിച്ചായിരുന്നെങ്കിൽ പിണറായി ആയിരുന്നു ഇവിടുത്തെ നല്ലൊരു മുഖ്യമന്ത്രി. ആര് മരിക്കുന്നോ അവരെക്കുറിച്ച് നല്ലത് പറയും, ജീവിച്ചിരിക്കുന്നവരെ കുറിച്ച് എപ്പോഴും മോശമേ പറയത്തുള്ളൂ. അതാണ് നമ്മുടെ ജനങ്ങൾ. ഒരേ കാലഘട്ടത്തിൽ വരുന്നവരല്ലേ. ഇപ്പോൾ ഉമ്മൻചാണ്ടി സാറ് പോയി, പിണറായി ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ എണ്ണത്തിൽ ഇച്ചിരി പോരായ്മ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആരാണ് മികച്ചത് തോന്നിക്കുന്നത്? മികച്ചത് ഈ ഒരു ഭരണത്തിൽ ഒരു നിയന്ത്രിച്ചുകൊണ്ട് പോകാൻ നല്ലത് പിണറായി തന്നെയാണ്. ഉമ്മൻചാണ്ടി സാറിന് അതിന് കഴിയത്തില്ല. അവര് ഈ എല്ലാവരും പറയുന്ന കാര്യങ്ങൾ കേൾക്കും. പക്ഷെ ഇവിടെ തലവൻ പറയണം, എന്നാലേ മറ്റുള്ളൊരു അനുസരിക്കുന്ന ഒരു, നമ്മളൊരു ഹെഡ് മാസ്റ്ററും ടീച്ചർമാരെന്ന് പറഞ്ഞ പോലെ അങ്ങനൊരു എന്തുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയാന്ന് വെച്ചാൽ ലാസ്റ്റ് ഇല്ലാത്തൊരു നേതാവാണ്, എല്ലാവരും അംഗീകരിക്കുന്ന ഒരു നേതാവാണ്. ഇപ്പം ഇങ്ങനെ ചോദിച്ചാൽ ഒറ്റയടിക്ക് ഇങ്ങനെ ഇപ്പം പിണറായി വിജയൻ തന്നെ നിൽക്കുന്നത് പോലെ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിൽ പുള്ളി ആയിട്ടാണ് പിടിച്ച് നിൽക്കുന്നത്. അതുകൊണ്ട് ഇപ്പം പിണറായി തന്നെ നല്ലതാണെന്ന് തോന്നുന്നു. എന്ന് പറഞ്ഞാൽ നമുക്ക് കൊറോണ കാലം തൊട്ട് പുള്ളി എല്ലാത്തും പോയിട്ടും അവിടെ നിന്നെല്ലാം പിടിച്ച് കയറി നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ പോകുന്നു. പെൻഷനായാലും കുറച്ച് ഇടയ്ക്ക് കുറേ കാലങ്ങളിൽ പെൻഷൻ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇപ്പം അത് നിരന്തരമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു. എല്ലാ കാര്യങ്ങളും ഓടിക്കൊണ്ടിരിക്കുക. പിന്നെ ആൾക്കാരെ അങ്ങോട്ടും പറയും ഇങ്ങോട്ടും പറയും, കിട്ടിയില്ലേ അവരെ കുറ്റപ്പെടുത്തും, കിട്ടുവാണെങ്കിൽ നല്ലതെന്നും പറയും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. മികച്ചതെന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി തന്നെ ആയിരിക്കും, ഉമ്മൻചാണ്ടി സാറ് തന്നെ. എന്തുകൊണ്ടായെന്ന് വെച്ചാൽ സാറിരുന്ന സമയത്തെ വികസനവും കാര്യങ്ങളും എല്ലാം ഇപ്പോഴത്തെ നാട്ടുകാർക്കായാലും പൊതുവെ ഇഷ്ടമുള്ള കാര്യങ്ങൾ തന്നെ. പണ്ടായാലും ഓരോരോ പുള്ളി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ തന്നെ. പുള്ളി ഇത്രയും വോട്ട് കൊടുത്ത് പുള്ളിയെ വിജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ആയാലും പുള്ളി നാട്ടുകാർക്ക് വേണ്ടി ആ പകുതി സമയം മാറ്റി വെച്ചിട്ടുള്ളത്. ഇപ്പോൾ പൊതുവെ റോഡിൽ പോകുന്ന ഒരാളെ പിടിച്ചു നിർത്തി ചോദിച്ചാലും അത് ആൾ ഇതന്നെ അറിയത്തുള്ളൂ. ഇപ്പം പൊതുവെ റോഡിൻ്റെ വികസനത്തിൻ്റെ കാര്യം തന്നെ എടുത്ത് വെച്ച് നോക്കിയാൽ തന്നെ അറിയാം. പിന്നെ അതേപോലെ തന്നെ
ഓണത്തിനൊക്കെ ഈ റേഷൻ കട അരിയുടെയൊക്കെ സീനൊക്കെ ഉണ്ടായിരുന്നല്ലോ. നേരത്തെയൊക്കെ സാറിരുന്ന സമയത്തൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. ഓക്കെ, ശരി, താങ്ക് യു. ഇത്രയും പോരെ? ഉമ്മൻചാണ്ടി സാറിനെ എന്തുകൊണ്ടാണ്? എന്ന് പറഞ്ഞാൽ കുറേ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്തായാലും അതിനൊക്കെയുള്ളു പറയാനുള്ളത്, വേറൊന്നും അതിനെ നല്ല കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. അല്ലേന്ന് പറയാൻ ആളെ വെച്ചും സ്വഭാവം നല്ലതെന്ന് പറയാനൊക്കത്തില്ല. എല്ലാവരും നല്ലതാക്കിയ കാര്യങ്ങളൊക്കെ ചെയ്ത്. മുഖ്യമന്ത്രി എന്ന നിലയിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടി സാറാണെന്ന് പറയാൻ പറ്റും. എന്തുകൊണ്ടാണ്? അത് അദ്ദേഹത്തിൻ്റെ ഒരു ജനങ്ങളുമായിട്ടുള്ള ഒരു ഇടപെടൽ. നമ്മളിപ്പം മുമ്പ് കെ നായനാരുണ്ടായിരുന്നൊരു കാലത്ത് ആ രീതിയിലുള്ള ഒരു ഇമേജാണ് അദ്ദേഹത്തിനുള്ളത്. എനിക്ക് രാഷ്ട്രീയമൊന്നുമില്ല, ഞാൻ പറയുന്നുള്ളൂ. എനിക്ക് പാർട്ടിയെ പറ്റിയോ ഒന്നും ഒരു പിടുത്തമില്ല. അല്ല, എന്നാലും നമ്മൾ സാധാരണ ജീവിച്ചിട്ട് വന്ന കാലഘട്ടത്തിലുള്ള ആൾക്കാരുണ്ട് രണ്ടുപേരും. അതിൽ ഏറ്റവും നല്ല മുഖ്യമന്ത്രിയായിട്ട് തോന്നിച്ച ആരെയാണ്? മികച്ചെന്ന് തോന്നിച്ചിട്ടുള്ള ആരെയാണ്? മികച്ചെന്ന് ചോദിച്ചാ അങ്ങനെ ചോദിച്ചാ ഒരു പിടുത്തമില്ല. സാധാരണപ്പെട്ട ആൾക്കാർക്ക് എന്തെങ്കിലും ചെറിയ ചായവോ അല്ലെങ്കിൽ ഇഷ്ടം തോന്നിയിട്ടുള്ള ആരെയാണ്? എല്ലാം കണക്കും എല്ലാരും ഒരുപോലൊക്കെ തന്നെ ഉള്ളൂ. വ്യത്യാസം തോന്നിച്ചിട്ടൊന്നുമില്ല. ഒന്നും തോന്നിച്ചിട്ടില്ല. ഇപ്പോഴത്തെ രീതിയിൽ നമുക്ക് പറയുകയാണെങ്കിൽ പിണറായിയാണ്. എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ രീതിയിൽ എന്ന് പറയാൻ കാര്യം? ഭരണരീതി ആദ്യത്തെ രീതിയൊക്കെ നല്ല രീതിയായിരുന്നു. ഇപ്പോൾ രണ്ടാം ഘട്ടം ഇച്ചിരി കുറവ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു കുഴപ്പമൊക്കെ ഉണ്ട്. എന്തായാലും മികച്ചത് ആരാണ്? മികച്ച പിണറായി തന്നെ. ഓക്കെ, ശരി. പ്രത്യേകിച്ച് അഭിപ്രായമില്ല, രണ്ടുപേരെയും പറ്റി വലിയ അഭിപ്രായമില്ല. ഉമ്മൻചാണ്ടി സാറായിരിക്കും. ഇപ്പം പിണറായി വിജയനെ പറ്റി വലിയൊരു അഭിപ്രായം നമുക്ക് തോന്നിയിട്ടില്ല. ഇച്ചിരി പുള്ളിപരമാതിരി ഏകാധിപതി എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയെന്ന് തോന്നിയിട്ടുള്ളത്. ഉമ്മൻചാണ്ടി സാർ എങ്ങനെയാണ്? ഇച്ചിരി കൂടെ സോഷ്യലാണെന്ന് തോന്നിയിട്ടുണ്ട്. മികച്ചത് പിണറായി വിജയൻ തന്നെ. എന്തുകൊണ്ടാണ്? നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് ഈ അഴീക്കൽ പാലം എന്ന് പറയുന്ന ഏറ്റവും മനോഹരമായ പാലം നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നതിനകത്ത് LDF സർക്കാർ എന്ന് പറഞ്ഞ സർക്കാർ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിലുള്ള ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കിങ്ങനൊരു പാലം ഉണ്ടായതും. അതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിലെ പല പാലങ്ങളും മറ്റ് റോഡുകളും ഇന്നീ കാണുന്ന കരുനാഗപ്പള്ളി ഉൾപ്പെടെയുള്ള പ്രദേശത്തെ അല്ലെങ്കിൽ കേരളത്തിലെ മൊത്തത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള സ്ഥലത്തിൽ LDF സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വികസന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇത്തരം തരത്തിലുള്ള വികസനം ഉണ്ടായത്. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പഠിച്ച സ്കൂളുകൾ, ഞാൻ 5ാം ക്ലാസ്സിൽ തഴവ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിച്ചത്. ആ സ്കൂളിൽ ഇന്ന് കാണുന്ന ഞാൻ പഠിച്ച സമയത്തുള്ള വികസനമല്ല ഇന്ന് ആ സ്കൂളിൽ കാണുന്ന വികസനം. ആ സ്കൂൾ ഭയങ്കരമായി മെച്ചപ്പെട്ടു. ആ സ്കൂളിൽ ഞാൻ പഠിച്ചതിനെക്കാട്ടി ഏറ്റവും മെച്ചപ്പെട്ടുള്ള അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ട മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഗായ്സ്.